ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ, കോഴി ഇപ്പോൾ മുട്ട ഇടുന്നില്ല, പിന്നെ കോഴി വലുതാവുന്നില്ല, കോഴിക്ക് വെയിറ്റ് ഇല്ല എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു തീറ്റയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ചെറിയ കോഴികളുടെ ഗ്രോത്തിന് ഇത് വളരെയധികം നന്നായിരിക്കും, നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല വേവാത്ത ചോറാണ് കേട്ടോ. അതായത് തലേ ദിവസം രാത്രി വെള്ളം ചൂടാക്കി ഇട്ട് വെച്ചിരുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കറക്റ്റ് പരുവത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മാത്രം എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇതിലൊരു പകുതിയാണ്, ഒരു 6 പിടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ പ്രോട്ടീൻ മീലാണ് ഇടാൻ പോകുന്നത്. ഇത് പ്രോട്ടീൻ മീൽ എന്ന് പറഞ്ഞത് ഫിഷ് മീല്, ബോൺ മീലും പിന്നെ ഫാറ്റിൻ്റെ ഒരു മീലാണ്. ഇത് മൂന്നും കൂടെ മിക്സായ ഒരു മിശ്രിതമാണ്. പ്രോട്ടീൻ മീൽ നന്നായിരിക്കും, കോഴിക്ക് മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള പൂച്ചയ്ക്കും പട്ടിക്കെല്ലാം കൊടുക്കാം. ഇതാണ് ആ സാധനം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. കോഴികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കോഴികൾക്ക് മാത്രമല്ല, വീട്ടിലെ പട്ടികളുണ്ടെങ്കിലും പൂച്ചയ്ക്കായാലും ഇത് നമുക്ക് ആഹാരത്തിൽ വിരവി കൊടുത്താൽ നല്ല എനർജി ആയിരിക്കും, അത് നല്ല കഴിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഒരു 2 ചിരട്ടയാണ് കേട്ടോ ഇതിലിടാൻ പോകുന്നത്. ഇത് നല്ല സ്മെല്ലാണ്, കരുവാണ്ട സ്മെല്ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ഇടാം. ഞാൻ ഇപ്പോൾ കൈ കൊണ്ടാണ് വരുന്നത്. ഇത് 2 ചിരട്ട ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ ചോറിലാണ് മിക്സ് ചെയ്തത്. ഇത് വേണമെങ്കിൽ തവിട് മിക്സ് ചെയ്യുന്നവർക്ക് തവിടിൽ ഇത് മിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ചിലവർ സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ സ്റ്റാർട്ടറിൽ നമുക്ക് മിക്സ് ചെയ്യാം, തീറ്റയിൽ മിക്സ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ഇത് പ്രോട്ടീൻ മീൽ 45% പ്രോട്ടീനുണ്ട്. നമ്മൾ സ്റ്റാർട്ടറിലൊക്കെ മാക്സിമം 21% ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ പുണ്ണാക്കാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. പുണ്ണാക്കെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പുണ്ണാക്കാണ് കേട്ടോ. തലേ ദിവസം രാത്രി വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന രാവിലെ ആകുമ്പോഴേ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. നല്ല പുട്ടുപൊടി പോലെ നല്ല പറപ്പറായിരിക്കും. നമ്മൾ ഈ ചോറിൻ്റെ കൂടെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. എത്ര ചോറെടുത്തു അതിനനുസരിച്ച് തന്നെ ഞാൻ ഇപ്പോൾ പുണ്ണാക്കിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുണ്ണാക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തവിടായാലും കുഴപ്പമില്ല. ചോറ് മാത്രമുള്ളവർക്കും അത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തീറ്റ വേണമെങ്കിൽ ഒരു പിടി, ഒരു കൈ തീറ്റയും ഇട്ട് നല്ല മിക്സ് ചെയ്യാം. ഇപ്പോൾ കൈവച്ച് ചെയ്യുന്നതിന് പകരം വല്ല സ്പൂണോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം കരുവാടിൻ്റെയും അതായത് പ്രോട്ടീൻ മീൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ല് കാണും. ഇപ്പോൾ കോഴികൾക്കൊക്കെ എന്ന് വെച്ചാൽ സ്മെല്ല് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ പ്രോട്ടീൻ മീൽ മിക്സ് ചെയ്ത തീറ്റ നിങ്ങൾ ഈ കോഴിത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തുന്ന കോഴികളുടെ ഗ്രോത്തിനേക്കാളും നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും, നമ്മുടെ കോഴിയുടെ വളർച്ച അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ കോഴികൾ ഇതെങ്ങനെ കഴിക്കും നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഷെഡിലോട്ട് പോവുകയാണ്. കോഴികളെല്ലാം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഞങ്ങളിവിടെ കോഴികൾക്ക് ട്രെയിലാണ് കേട്ടോ കൊടുക്കുന്നത് ആഹാരം. ഇവർക്ക് ട്രെയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക പതിവ്. ഇത് രാവിലെ ആയതുകൊണ്ട് ഇതെല്ലാം കൂടി അടിയാട്ടോ. ഇനി ഇതിനിപ്പോൾ തികയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ അടുത്ത 2ാമത് തീറ്റ കുഴക്കേണ്ടി വരും. ഇതെല്ലാ കോഴികൾക്കും നമ്മൾ ട്രെയിലായിട്ട് കൊടുക്കുന്നത്. ഈ പ്രോട്ടീൻ വന്നിട്ട് നോൺ വെജ് ആയതുകൊണ്ട് കോഴികൾക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ കോഴികൾക്കും ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ മീൻ കരുവാട് പൊതുവേ കോഴികൾക്ക് എല്ലാ കോഴികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവ നമ്മൾ ഏതിൽ വരെ മിക്സ് ചെയ്ത് കൊടുത്താലും നല്ല കഴിച്ചോളും. അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാനും കഴിയും. ഈ കുഞ്ഞുങ്ങൾക്ക് ഇവർക്ക് മാത്രമല്ല, അല്ലാതെ നമ്മൾ മുട്ടക്കോഴികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം. മുട്ടക്കോഴി ഇപ്പം ലെയർ മാഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെയർ മാഷിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രോട്ടീൻ കൂടുന്നതുകൊണ്ട് ഉറപ്പായിട്ടും മുട്ടയുടെ ഉൽപ്പാദനം കൂടും. അല്ലാതെ വെയിറ്റ് ഗെയിനിങ്ങിന് ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീറ്റ അല്ലാതെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പുണ്ണാക്കിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ തവിടിൻ്റെ കൂടെയോ ഇല്ല തീറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ തീറ്റയുടെ കൂടെയും ഇത് മിക്സ് ചെയ്ത് കൊടുത്തു നോക്കിയാൽ
പ്രോട്ടീൻ മീലിൻ്റെ അളവ് കുറച്ച് കൂടുതൽ കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ആ തീറ്റ കൊടുക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്രോത്ത് നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളിപ്പോൾ മുട്ടക്കോഴി വളർത്തുന്നവരാണെങ്കിൽ അതിൽ പൂവന്മാരെ തനിയെ മാറ്റിയിട്ടിട്ട് ഇത് കൊടുത്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. പ്രോട്ടീൻ മീൽ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാ കോഴി കർഷകർക്കും നല്ല പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ബൈ ബൈ.